മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 16-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് നമുക്ക് അഹത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അഹത്തെ, ഞാൻ എന്ന ഭാവത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ചിന്ത അതാണല്ലോ. നമുക്കിന്ന് ചില വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ പോകുമ്പോൾ കുറേ കൂടി അത് വ്യക്തമാകും. പല വിശുദ്ധരും അവരുടെ ജീവിതത്തിൻ്റെ വിജയം അവർ ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ പുറമെയുള്ള വിജയത്തിൽ നിന്നല്ല, പുറമെയുള്ള അനുഷ്ഠാനങ്ങളിലൂടെയല്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിരന്തരം ഒരു പോരാട്ടത്തിലായിരുന്നു, തന്നെ കീഴ്പ്പെടുത്തുവാനുള്ളൊരു പോരാട്ടത്തിൽ. അങ്ങനെ അവർ വിജയം വരിക്കാൻ ഇടവന്നു. അങ്ങനെയാണ് അവർ വിശുദ്ധരാകുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്തുണ്ട്. എലിസബത്ത് എന്ന പുണ്യവതി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ ആരാലും അറിയപ്പെടാത്ത ഏതാനും പരിത്യാഗ പ്രവൃത്തികളെങ്കിലും എല്ലാ ദിവസവും ഉണ്ടാകണം. ആരും അറിയാതെ ചെയ്യുന്ന ഏതാനും പരിത്യാഗ പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ പരിത്യാഗ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണും, പക്ഷേ ആരും കാണാത്ത ഏതാനും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഈ അഹത്തെ കീഴ്പ്പെടുത്താനുള്ളൊരു വഴി. വിശുദ്ധ ചാൾസ് ഫുക്കോത്ത് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധനുണ്ട്. ജീവിതത്തിൻ്റെ ഒരു പാതി വഴിയിലേറെ ലൗകായതികത്വത്തിൽ ജീവിച്ച, ഭൗതികതയിൽ ജീവിച്ച, വിഷയാസക്തിയിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ബ്ലാക്ക് ബോർഡിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. വൈകൃതങ്ങളായ ഒത്തിരിയേറെ കാര്യങ്ങൾ. ഇതെല്ലാം മായ്ക്കാതെ പുതിയതൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ അത് മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മപരിത്യാഗത്തിൻ്റെയും തപശ്ചര്യയുടേതുമായ ഒരു ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നമ്മളോട് തന്നെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ആരും അറിയാതെ നാം നമ്മോട് തന്നെ പടവെട്ടി, ആരോടും പങ്കുവെക്കാതെ നമ്മുടെ ഉള്ളിൽ നാം നമ്മോട് തന്നെ ബലം പ്രയോഗിച്ച് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നിൽക്കുന്ന ഒരു തലത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ അവരുടെ ജീവിതത്തിൽ സൂര്യനെ പോലെ ശോഭിക്കാനിട വരിക. വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അൽഫോൻസാമ്മ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ കണ്ണടക്കം വളരെ പാലിച്ചിരുന്നു. പരിസരത്തുള്ള ആളുകളെയോ പരിസരത്തുള്ള കാഴ്ചക്കൂത്തുകളെയോ ഒന്നും അൽഫോൻസാമ്മ ശ്രദ്ധിച്ചിരുന്നില്ല. അൽഫോൻസാമ്മ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് മാത്രം നോക്കിയാണ് നടന്നിരുന്നതെന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ അലൂഷ്യസ് ഗോൺസാഗ. നിയമങ്ങളുടെ വിശുദ്ധനെന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹം അല്പം കുനിഞ്ഞാണ് നടന്നിരുന്നത് എന്ന് പറയുക, കണ്ണടക്കം പാലിക്കാൻ വേണ്ടി. അദ്ദേഹത്തിനറിയാം, ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ പുറം കാഴ്ചകൾക്ക് എന്താ കുഴപ്പം, പുറത്തെ കാഴ്ചകൾ കാണുന്നത് കൊണ്ട് എന്താ വിഷയം? പ്രിയപ്പെട്ടവരെ, പുറത്തെ കാഴ്ചകൾ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ വിശുദ്ധരാകാൻ വേണ്ടി അവർ ഈ അഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആത്മപരിത്യാഗത്തിന് അവർ 1-ാം സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം, തങ്ങളുടെ ദൃഷ്ടികൾ ദൈവത്തിൽ ഉറപ്പിക്കപ്പെടാൻ വേണ്ടി അവർക്ക് തങ്ങളുടെ അഹത്തെ നിയന്ത്രിക്കേണ്ടിയിരുന്നു. ദൃഷ്ടികൾ ദൈവത്തിൽ ഉറപ്പിക്കപ്പെടണമെങ്കിൽ നമ്മളെ അഴിച്ചുവിടാൻ പാടില്ല. നമ്മളെ തന്നെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ തൻ്റെ ഒരു ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പോയി പട്ടണത്തിൽ. അപ്പോൾ തൻ്റെ കൂടെ പ്രസംഗിക്കാൻ വരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞ ശിഷ്യൻ ആവേശത്തോടുകൂടി പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗ കുറിപ്പുകളൊക്കെ തയ്യാറാക്കി അദ്ദേഹത്തോടൊപ്പം പോവുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ തൻ്റെ ഗുരു കൈകൾ പിന്നിലേക്ക് കെട്ടി ദൃഷ്ടികൾ നിലത്ത് മാത്രം പതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മെല്ലെ മൗനം അവലംബിച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അടുത്ത പട്ടണത്തിലായിരിക്കും പ്രസംഗമെന്ന് കരുതി അദ്ദേഹം പുറകെ നടക്കും. അപ്പോൾ വീണ്ടും അടുത്ത പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക്, ഇങ്ങനെ പട്ടണങ്ങൾ നടക്കുന്നതല്ലാതെ പ്രസംഗം നടക്കുന്നില്ല. ഒടുവിൽ തിരികെ വന്നപ്പോൾ ദേഷ്യത്തോടുകൂടി ശിഷ്യൻ ചോദിച്ചു, എന്താ ഗുരു, അങ്ങൊന്നും പ്രസംഗിച്ചില്ലല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, നമ്മുടെ ഈ നടപ്പ് തന്നെ, നമ്മളുടെ ഈ ബഹളങ്ങളുടെ ലോകത്ത് നമ്മളുടെ ഈ മാറി നടപ്പ് തന്നെ വലിയൊരു സാക്ഷ്യമായി. ഇതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടുന്നവരല്ല, സംസാരിക്കുന്നവരല്ല, നമ്മൾ നിശബ്ദരാണ്. പക്ഷേ നമ്മളുടെ
ഈ നിശബ്ദതയിൽ ഒരു ആശയടക്കത്തിൻ്റെയും അകത്തെ കീഴ്പ്പെടുത്തുന്നതിൻ്റെയും ഒരു തപശ്ചര്യയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരു അഭിഷേകം മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ കാഴ്ച അവരെ സ്വർഗത്തിലെത്തിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ ചെറുപുഷ്പം എപ്പോഴും പറയാറുണ്ട്, മനുഷ്യരുടെ പേരുകളോട് ചേർത്ത് പറയുന്ന സ്ഥാനപ്പേരുകളും ഡിഗ്രികളും അവളുടെ കണ്ണിൽ പുക പോലെയാണെന്ന്. അതിനേക്കാളും അവൾ ആഗ്രഹിച്ചത് ഒരു ക്രിസ്ത്യാനിയുടെ പേരിൻ്റെ മുൻപിൽ വിശുദ്ധൻ വിശുദ്ധ എന്ന് ചേർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പരാജയമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലത്ത് അങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനുള്ളൊരു കാലയളവാക്കി രൂപപ്പെടുത്തണ്ടേ? നമ്മൾ ഈ ലോകത്തിൻ്റെ ബഹളങ്ങൾക്കും ആടയാഭരണങ്ങൾക്കും പ്രശസ്തികൾക്കും പദവിക്കും കുടുംബ പേരിനുമൊക്കെയായിട്ട് ബഹളങ്ങളുണ്ടാക്കുമ്പോൾ അതല്ല വിശുദ്ധ ജീവിതം. ദൈവത്തിൽ ദൃഷ്ടി ഊന്നി അകത്തെ കീഴ്പ്പെടുത്തുക, ഞാനെന്ന ഭാവത്തെ കീഴ്പ്പെടുത്തുക. അതാണ് യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഈ നോമ്പുകാലം കുറേ കൂടി ശ്രദ്ധിച്ചാലോ? ഈശോ നമ്മളെ അതിനെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.